കണ്ണൂർ സുഹൃത്തുക്കളോടൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയതായിരുന്നു കേട്ടോ. അതിനുശേഷം പയ്യാമ്പലം ബീച്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. പറശ്ശിനിക്കടവും മുത്തപ്പനെ കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ കയറുന്നത് വയനാട്ടിലേക്കാണ്. ഇനിയുള്ള കുറച്ച് കാഴ്ചകൾ വയനാടൻ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും വയനാടൻ ഡയറീസിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് വള്ളിയൂർ ദുർഗാ ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. പറശ്ശിനിക്കടവിൽ നിന്ന് കൊട്ടിയൂരെത്തി പാൽച്ചുരം കയറി പേരിയ വഴിയാണ് ഞങ്ങൾ ഈ വള്ളിയൂരെത്തിയത്. വള്ളിയൂരിൽ നിന്ന് 7 കിലോമീറ്ററിൽ 3 കിലോമീറ്ററെങ്കിലും ഓഫ് റോഡിലൂടെ എത്തിയിട്ടാണ് നമ്മൾ ഈ ജംഗിൾ വ്യൂ എന്ന് പറയുന്ന റിസോർട്ടിലെത്തുന്നത്. ഞങ്ങളുടെ സാരഥിയായിട്ടുള്ള മഹേഷിൻ്റെ അനുജനാണ് ഈ റിസോർട്ടിൻ്റെ മാനേജർ. ഷിജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു വയനാടുകാരനാണ്. ഏതാണ്ട് 300 ഏക്കർ പരന്നു കിടക്കുന്ന മക്കിമല ടീ എസ്റ്റേറ്റിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന മക്കിമല ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. പക്ഷേ ഈ റിസോർട്ടിന് ഏറ്റവും ഭംഗി നൽകുന്ന ഒരു ഏരിയയും കൂടെയാണ് ഈ മക്കിമല ലേക്ക്. ഇവിടെ കയാക്കിങ്ങിനും പെഡൽ ബോട്ടിങ്ങിനും ഫിഷിങ്ങിനും ഒക്കെ സൗകര്യം ഈ റിസോർട്ടുകാർ ചെയ്തു തരും കേട്ടോ. പിന്നെ വേറെ ഒരു ഏറ്റവും വലിയൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു മൊബൈലിന് ഇവിടെ റേഞ്ച് ഇല്ല എന്നുള്ള ഒരു പ്രത്യേക സൗന്ദര്യവും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ റിസോർട്ട്. ഏതാണ്ട് 12 മുറികളോളം ഈ റിസോർട്ടിലുണ്ട് കേട്ടോ. അതാ നീല ചെക്ക് ഷർട്ട് ഇട്ട ആളാണ് ഷിജിത്ത്, നീല ഷർട്ട് ഇട്ട ആൾ മഹേഷും. അപ്പോൾ ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് കണ്ട് വളരെ അട്രാക്ഷനായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മേക്ക് മൈ ട്രിപ്പിലൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫറുകൾ നോക്കാവുന്നതാണ്. ഏതാണ്ട് ഡബിൾ റൂമിന് 10,000 രൂപ അടുത്ത് റെൻറ്റ് വരുന്ന ഒരു റിസോർട്ടും കൂടെയാണ് ഇത്. സ്റ്റാഫ് ക്വാർട്ടേഴ്സാണ്. റൂംസ് എല്ലാം ഈ ഒരൊറ്റ ബിൽഡിങ്ങിലാണുള്ളത്. തൊട്ട് താഴെ ഒരു നദി ഒഴുകുന്ന കാണാം. മഴക്കാലത്ത് നല്ല രസമായിരിക്കും അതിലൂടെ വെള്ളമൊക്കെ ഒഴുകി പോകുന്നതും ചാടുന്നതും കാണാൻ. അവിടെ പോയി കുളിക്കാനുള്ള സംവിധാനം ഒക്കെ ഈ റിസോർട്ടിനുണ്ട്. ചെറിയൊരു പ്ലേ ഏരിയയും ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അതുപോലെ ഇതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് റൂമുകളെല്ലാം കാണാം. റൂമുകളെല്ലാം ഈ ഒരൊറ്റ ബിൽഡിങ്ങിലായിട്ടാണ് റൂമുകളൊക്കെ ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡനും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ബാക്കിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് കൊള്ളാവുന്ന ഒരു ക്യാൻറ്റീനും ഉണ്ട് കേട്ടോ. നമുക്ക് ആ ക്യാൻറ്റീനിലേക്ക് ഒന്ന് പോകാം. ഷിജിത്ത് ഞങ്ങൾക്ക് ചെറിയൊരു സ്നാക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാലും അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകാം. നല്ലൊരു മഴയുടെ ലക്ഷണം കാണുന്നുണ്ട്. നമുക്ക് നല്ല രസമുള്ള ഒരു പൂളാണ്. നല്ല മഴയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പം കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ ഞങ്ങൾക്ക് മാനന്തവാടി എത്താനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മനോഹരമായൊരു പൂളല്ലേ. ഞങ്ങൾ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെറിയ ഒരു സ്നാക്കും ഒരു ചായയൊക്കെ കഴിക്കാം എന്നുള്ള ഷിജിത്തിൻ്റെ ഓഫർ സ്വീകരിച്ചു. സമയം ഇല്ല എങ്കിലും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളകത്തേക്ക് കയറി ഒരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ ക്യാൻറ്റീനോട് ചേർന്ന് തന്നെ ഒരു ദുർഗാ ദേവി ക്ഷേത്രവും കൂടിയുണ്ട് കേട്ടോ. അവിടെ എന്തോ ഉത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് ആ ലേക്കിൻ്റെ സൈഡിലൂടെ നമുക്ക് നടന്നു പോവാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലേക്കാണ് കേട്ടോ.
ഒരിക്കൽ കൂടി പറയുന്നു, മൊബൈലിന് റേഞ്ചൊന്നുമില്ല. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. മേഘം, മഴക്കാറ് ഇങ്ങനെ ശക്തമായി കൂടി വരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡിൽ എത്തേണ്ടതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ഈ റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ മേക്ക് മൈ ട്രിപ്പ് വഴി നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ വാഹനം പതിയെ ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ ഷിജിത്ത് ഞങ്ങളുടെ ഒപ്പം മാനന്തവാടി വരെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വഴികാട്ടിയായിട്ട് മുമ്പിൽ വേറെ വണ്ടിയിൽ വരും. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾ, വയനാടൻ ഡയറീസിൽ കൂടുതൽ വീഡിയോകൾ വരുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക. കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത വയനാടൻ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വയനാടിൻ്റെ അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കട്ടെ. ബായ്.